ഹായ് ഫ്രണ്ട്സ്, ലേണിനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരള PSC മുൻവർഷ ചോദ്യങ്ങൾ ഫിസിക്സിൽ കേരള PSC നേരത്തെ ചോദിച്ചിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാമേ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മുൻവർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ഫിസിക്സിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, മുൻവർഷം ചോദിച്ചിട്ടുള്ളവയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ പഠിക്കുക. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് പഠിക്കാനും ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കും. കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സൗരയൂഥത്തിൽ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഭൂമി, ബി ശനി, സി ബുധൻ, ഡി വ്യാഴം. അല്ലേ? അപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഏതാണ്? വ്യാഴമാണ് വരുന്നത്. ആൻസർ ഏതാണ്? വ്യാഴമാണ് വരുന്നത്. അപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ എന്താണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്, അല്ലേ? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? വ്യാഴത്തിന് തന്നെ ആയിരിക്കും, ഇല്ലേ? അപ്പം ക്വസ്റ്റ്യൻ നോക്കുക. സൗരയൂഥത്തിൽ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏതാണ്? വ്യാഴം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ജൂൾ പെർ കിലോഗ്രാം, ജൂൾ പെർ സെക്കൻഡ്, HP, വാട്ട്. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ജൂൾ പെർ കിലോഗ്രാം, ജൂൾ പെർ സെക്കൻഡ്, HP, വാട്ട്. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ പറഞ്ഞേക്കുന്നത് ഏതാണ്? ജൂൾ പെർ കിലോഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? അപ്പം ബാക്കിയുള്ളതൊക്കെ നോക്കാം. ജൂൾ പെർ സെക്കൻഡ്, യെസ്, അത് പവറിന്റെ യൂണിറ്റ് ആണ്, അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നോക്കാം. HP, ഹോഴ്സ് പവർ, അതും പവറിന്റെ യൂണിറ്റ് തന്നെയാണ്. അടുത്തത് വാട്ട്, വാട്ടും എന്താണ്? പവറിന്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പം ബാക്കി എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്നത് ഏതാണ്? ജൂൾ പെർ കിലോഗ്രാം ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? ജൂൾ പെർ കിലോഗ്രാം ആണ് പവറിന്റെ യൂണിറ്റ് അല്ലാത്തതെന്നാണ് ചോദ്യം. അപ്പം പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ജൂൾ പെർ കിലോഗ്രാം ആണ്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ഉത്തരത്തിൽ നിന്നും ആ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്ക് ഓരോന്ന് ടിക്ക് ചെയ്ത് പോകാം, ഇല്ലേ? ഏതാണ് അല്ലാത്തതെന്നുള്ളതിന് നമുക്ക് നമുക്കൊരു ഇപ്പം പവറിൻ്റെ യൂണിറ്റ് അറിയാമെങ്കിൽ, അതുമായിട്ട് നമ്മൾ ഫെമിലിയർ ആണെങ്കിൽ എങ്ങനെ പെട്ടെന്ന് ജൂൾ പെർ സെക്കൻഡ്, ഓക്കെ, അത് പവറിൻ്റെ യൂണിറ്റ് ആണ്. HP, ഹോഴ്സ് പവർ, ഇത്രയാണ് പവറിൻ്റെ യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ വാട്ട്, അത് പവറിൻ്റെ യൂണിറ്റ് ആണെന്ന് നമ്മുടെ മൈൻഡിൽ അത് നമ്മൾ പഠിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഉത്തരത്തിൽ എത്താൻ പറ്റും, ഇല്ലേ? ഏതാണ് മാറിയിരിക്കുന്നതെന്ന് ഉത്തരത്തിൽ നമുക്ക് എത്താൻ പറ്റും. മാറ്റി എടുക്കാൻ പറ്റും, ഇല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? പവറിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ജൂൾ പെർ കിലോഗ്രാം ആണ് വരുന്നത്, ഇല്ലേ? അപ്പോൾ അത് ആൻസർ ഏതാണ്? ജൂൾ പെർ കിലോഗ്രാം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണ്? ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. രണ്ടാമത്തെ ഓപ്ഷൻ, ന്യൂട്രോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. സി, പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. ഡി, ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ലാത്തതിനാൽ. അപ്പം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ, ന്യൂട്രോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ, പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ, ന്യൂട്രോണുകൾക്ക് ചാർജ് ഇല്ലാത്തതിനാൽ. അപ്പോൾ നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ എന്തൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും ആണ്, അല്ലേ? ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത കണമാണ്. പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിൻ്റെ ചുറ്റും ഓർബിറ്റുകളിലൂടെ ഷെല്ലുകളിലൂടെ സഞ്ചരിക്കുകയാണ് ഇലക്ട്രോൺ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്?
നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ ആറ്റം വൈദ്യുതപരമായി ന്യൂട്രൽ ആണ് അല്ലെങ്കിൽ നിർവീര്യമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ആൻസർ എന്താണ്? യെസ്, പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് അല്ലേ? പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണമെന്ന് പറയുന്നത്. കാരണം എന്താണ്? ഇപ്പം പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസിൽ പറയുന്നു, ഇലക്ട്രോണുകളുടെ എണ്ണം മൈനസിൽ പറയുന്നു. എന്താണ്? രണ്ടും ക്യാൻസൽ ആയി പോകത്തില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്താണെന്ന് പറയുന്നത്? പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാലാണ് ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഗതികോർജം, സ്ഥിതികോർജം, രാസോർജം, താപോർജം. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഗതികോർജം, ഓപ്ഷൻ ബി സ്ഥിതികോർജം, ഓപ്ഷൻ സി രാസോർജം, ഓപ്ഷൻ ഡി താപോർജം. അപ്പം ഗതികോർജം എന്താണ്? ചലനം മൂലം അല്ലേ? ചലനം മൂലം ഉണ്ടാകുന്ന എന്താണ്? കൈനറ്റിക് എനർജി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതാണ് ഗതികോർജം എന്ന് പറയുന്നത്. സ്ഥിതികോർജം എന്താണ്? സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി. ഒരു സ്ഥാനം മൂലം, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള വസ്തുക്കൾക്കുണ്ടാകുന്ന ഊർജ്ജമാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിതികോർജം എന്ന് പറയുന്നത്. രാസോർജം നമുക്കറിയാം, കെമിക്കൽ എനർജി. താപോർജം അറിയാം, ഹീറ്റ് എനർജി. അത് രണ്ടും നമുക്ക് വെട്ടിക്കളയാം അല്ലേ? ഈ ഗതികോർജമാണോ സ്ഥിതികോർജമാണോ എന്നാണ് ഡൗട്ട് വരുന്നത്. അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജം എന്താണ്? സ്ഥാനം മൂലമാണ്, അത് ചലിക്കുന്നില്ല. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം, യെസ്, പൊട്ടൻഷ്യൽ എനർജി ആണ്, കൈനറ്റിക് എനർജി അല്ല. കൈനറ്റിക് എനർജി അല്ല, പൊട്ടൻഷ്യൽ എനർജി ആണ്. അതായത് സ്ഥിതികോർജമാണ് ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം എന്ന് പറയുന്നത്. ഇതിന്റെ ഇക്വേഷൻ എന്തൊക്കെയാണ്? ഗതികോർജം എങ്ങനെയാണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ അല്ലേ? അതുപോലെ സ്ഥിതികോർജത്തിന് എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ എനർജി mgh അല്ലേ? mgh ആണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു വസ്തുവിന്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? സ്ഥിതികോർജമാണ് ആൻസർ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആംപിയർ, ഓപ്ഷൻ ബി കാൻഡല, ഓപ്ഷൻ സി മോൾ, ഓപ്ഷൻ ഡി കെൽവിൻ. അപ്പോൾ ഓപ്ഷൻ എ ആംപിയർ, ഓപ്ഷൻ ബി കാൻഡല, ഓപ്ഷൻ സി മോൾ, ഓപ്ഷൻ ഡി കെൽവിൻ. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ആംപിയർ ആണ് ആൻസർ വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വൈദ്യുതി അളക്കുന്നത് ഏത് യൂണിറ്റ് വെച്ചിട്ടാണ്? ആംപിയർ വെച്ചിട്ടാണ്. എ എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ എ വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ആംപിയർ ആണ് വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്നതിൻ്റെ പിന്നെ എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കാൻഡല എന്തിൻ്റെയാണ്? ല്യൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡല എന്ന് പറയുന്നത്. ല്യൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡല എന്ന് പറയുന്നത്. മോൾ എന്താണ്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഫിസിക്സിൽ അല്ലെങ്കിൽ ഇതിൽ പറയുന്നത് എന്ത് വെച്ചിട്ടാണ്? മോൾ വെച്ചിട്ടാണ് പറയുന്നത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പറയുന്നത് മോൾ വെച്ചിട്ടാണ്. കെൽവിൻ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത് അല്ലേ? ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് ആണ് കെൽവിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ആയല്ലോ. അപ്പം പിന്നെ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ്? ആംപിയർ ആണ് യൂണിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷത്തിൽ മഴവില്ലുണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അന്തരീക്ഷത്തിൽ മഴവില്ലുണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ വിസരണം, ബി പ്രകീർണനം, ഓപ്ഷൻ സി ഇന്റർഫെറൻസ്, ഓപ്ഷൻ ഡി ടിൻഡൽ പ്രഭാവം. ഓപ്ഷൻ എ വിസരണം, ഓപ്ഷൻ ബി പ്രകീർണനം, ഓപ്ഷൻ സി ഇന്റർഫെറൻസ്, ഓപ്ഷൻ ഡി ടിൻഡൽ പ്രഭാവം. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? പ്രകീർണനമാണ്, ഡിസ്പേർഷൻ ആണ് കാരണം. അതായത് പ്രകീർണനമാണ് മഴവില്ലുണ്ടാകാനായിട്ടുള്ള കാരണം. പക്ഷെ നമുക്ക് വേറൊരു ഡൗട്ട് വരും. അപ്പോൾ അപവർത്തനവും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഒക്കെ എന്താ? അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണം മഴവില്ലുണ്ടാകുന്നു, അപവർത്തനം കാരണം മഴവില്ലുണ്ടാകുന്നു. അതും കറക്റ്റാണ്, അതും ആൻസറിൽ കറക്റ്റാണ് വരുന്നത്. പക്ഷേ ഈ ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് വരുന്നത്? പ്രകീർണനമാണ്.
പ്രകീർണനം അതായത് ഡിസ്പേർഷൻ ആണ്. വിസരണം എന്താണ്? സ്കാറ്ററിംഗ് ആണ്. ഇപ്പൊ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം എന്താണ്? വിസരണമാണ്, സ്കാറ്ററിംഗ് ആണ്. ഇന്റർഫെറൻസും അതുപോലെ വേറെ ഇതാണ്. ടിൻഡൽ പ്രഭാവവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ നമ്മൾ ഏതാണ് വരുന്നത്? പ്രകീർണനമാണ് ഇതിനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വരുന്നത്. പിന്നെ നമ്മുടെ ഈ ഓപ്ഷനിൽ ഇപ്പം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനോ അല്ലെങ്കിൽ പിന്നെ അപവർത്തനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ ഓപ്ഷനകത്ത് ഏതാണ് വരുന്നത്? ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? പ്രകീർണനമാണ് വരുന്നത്. ഇൻ കേസ് നമ്മളുടെ ഈ ഓപ്ഷനകത്ത് ഇപ്പം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് കണ്ടാൽ അത് കറക്റ്റ് ആണ്. അതേസമയം അപവർത്തനം, റിഫ്രാക്ഷൻ എന്ന് കണ്ടാലും അതും കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. എ ഓട്ടോ ഹാൻ, ഓപ്ഷൻ ബി റോബർട്ട് ഓപ്പൺഹൈമർ, ഓപ്ഷൻ സി ആൽഫ്രഡ് നോബൽ, ഓപ്ഷൻ ഡി മൈക്കൽ ഫാരഡേ. അപ്പോൾ ഓപ്ഷൻസ് 4 ശ്രദ്ധിച്ചു നോക്കുക. ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസർ എന്താണ്? റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. ഓപ്ഷനിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, റോബർട്ട് ഓപ്പൺഹൈമർ ആണ്. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ എല്ലാം നോക്കാം. ഓട്ടോഹാൻ എന്താണ്? അപ്പോൾ ഓട്ടോഹാനാണ് ന്യൂക്ലിയർ ഫിഷന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ന്യൂക്ലിയർ ഫിഷന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എന്താണ്? ആരാണ്? ഓട്ടോഹാൻ ആണ്. ദ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ് ഓട്ടോഹാൻ. റോബർട്ട് ഓപ്പൺഹൈമർ നമ്മൾ പഠിച്ചു, ആറ്റം ബോംബ് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് നോക്കാം. ആൽഫ്രഡ് നോബൽ എന്തിനാണ് ഫേമസ്? ഡൈനമൈറ്റിന്റെ കണ്ടുപിടുത്തത്തിൽ അല്ലേ? ഡൈനമൈറ്റ് കണ്ടുപിടിച്ചതാണ് ആര്? ആൽഫ്രഡ് നോബൽ. നെക്സ്റ്റ് നോക്കാം. മൈക്കൽ ഫാരഡേ എന്താണ്? ഫാദർ ഓഫ് മോട്ടർ, ജനറേറ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു ഇല്ലേ മൈക്കൽ ഫാരഡേ. ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് തന്നെ അറിയപ്പെടുന്നത് ആരെയാണ്? മൈക്കൽ ഫാരഡേ ആണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് ജനറേറ്റർ, ഇലക്ട്രിക് മോട്ടർ, ഇലക്ട്രിക് ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ ഫാരഡേ എഫക്റ്റ് ഉണ്ട്, ലോ ഓഫ് ഇൻഡക്ഷൻ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഇതര ഊർജ സ്രോതസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ജലവൈദ്യുതി, ഓപ്ഷൻ ബി താപവൈദ്യുതി, ഓപ്ഷൻ സി ആണവ വൈദ്യുതി, ഓപ്ഷൻ ഡി സൗരോർജം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ജലവൈദ്യുതി, ഓപ്ഷൻ ബി താപവൈദ്യുതി, ഓപ്ഷൻ സി ആണവ വൈദ്യുതി, ഓപ്ഷൻ ഡി സൗരോർജം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. സൗരോർജമാണ് ആൻസർ വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. താഴെ പറയുന്നതിൽ പാരമ്പര്യ ഇതര ഊർജ സ്രോതസ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പാരമ്പര്യമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഏതൊക്കെയാണ്? ജലവൈദ്യുതി യൂസ് ചെയ്യുന്നുണ്ട്, പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നുണ്ട്. ജലത്തിൽ നിന്ന് വൈദ്യുതി യൂസ് ചെയ്യുന്നുണ്ട്. താപവൈദ്യുതി ഉണ്ട് ഇല്ലേ, നമ്മൾ പിന്നെ താപനിലയങ്ങളിൽ നിന്നൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആണവ വൈദ്യുതി ഉണ്ട് ഇല്ലേ, പിന്നെ ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ മുഖാന്തരം ഒക്കെ നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ്? അതിൽ നിന്ന് എക്സെപ്ഷനായിട്ട് നിൽക്കുന്നത് ഏത് മാത്രമാണ്? സൗരോർജം മാത്രമാണ് ഇല്ലേ. സൗരോർജം മാത്രമാണ് ഇപ്പം നമ്മൾ പുതിയതായിട്ട് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇല്ലേ. അപ്പോൾ സൗരോർജത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ ഇപ്പം ഇതല്ലേ പാരമ്പര്യ ഇതര ഊർജ സ്രോതസ് അല്ലേ. അപ്പോൾ അതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിശ്ചിത ഭാരവും ആകൃതിയും ഉള്ള അവസ്ഥ ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിശ്ചിത ഭാരവും ആകൃതിയുമുള്ള അവസ്ഥ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. എ ദ്രാവകം, ഓപ്ഷൻ ബി ഖരം, ഓപ്ഷൻ സി വാതകം, ഓപ്ഷൻ ഡി പ്ലാസ്മ. 4 ഓപ്ഷൻസ് ഉണ്ട്. ദ്രവ്യത്തിന്റെ 4 അവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത്. ദ്രാവകം, ഖരം, വാതകം, പ്ലാസ്മ. ആൻസർ ഏതാണ് വരുന്നത്? ഖരമാണ് ഇല്ലേ. നമുക്കറിയാം ഒരു നിശ്ചിത ഷേപ്പ് ഉണ്ട്, ഭാരമുണ്ട് ഇല്ലേ. അത് അപ്പോൾ ഏതാണ് അവസ്ഥ? ഖരം തന്നെയാണ് അവസ്ഥ ഇല്ലേ. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഖരം, സോളിഡ് സ്റ്റേറ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ ഏതവസ്ഥയാണ്? ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ ഏതവസ്ഥയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. ദ്രാവകം,
ഖരം, വാതകം, പ്ലാസ്മ. ഓപ്ഷൻ ഏതൊക്കെയാണ്? ദ്രാവകം, ഖരം, വാതകം, പ്ലാസ്മ. ആൻസർ ഏതാണ് വരുന്നത്? പ്ലാസ്മ. പ്ലാസ്മ സ്റ്റേറ്റിലാണ് ഇടിമിന്നൽ ഇത് ചെയ്യുന്നത് അല്ലേ? അപ്പം ഇടിമിന്നലിൻ്റെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. ഇടിമിന്നലിൻ്റെ അവസ്ഥ ഏതാണ് വരുന്നത്? പ്ലാസ്മയാണ് വരുന്നത്. അപ്പം ഈ 10 ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുക. അതുവരേക്കും താങ്ക്സ്. ഓക്കെ.